ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരന്മാരെ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ചു അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി സ്വർഗത്തിന് അവകാശികളായി ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എന്ന ആശങ്ക പലപ്പോഴും പല ആളുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളും അല്ലാഹുവിനോട് ആവർത്തിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം വേണ്ട വർഷങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമുക്കും ഇത്തരം ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല? ഈ സംശയം നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു കൂട്ടം ആളുകൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അദ്ദേഹം ചോദിച്ചപ്പോ അദ്ദേഹം അതിന് പറഞ്ഞ കാരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ വളരെ പ്രധാനമായത് നിങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞ ആളുകളാണ്, പക്ഷെ അല്ലാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കാത്ത ആളുകളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത് നിങ്ങൾ പ്രവാചകനുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്, പക്ഷെ ആ പ്രവാചകന്റെ ചര്യകൾ നിങ്ങൾ ഒഴിവാക്കുക, അത് വെടിയുക, അത് സ്വീകരിക്കുന്നില്ല. മൂന്നാമതായി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ് പാരായണം ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതേപോലെ അല്ലാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. ഇത്രയും കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ മരണത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ല. നേരെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന മരണം, ആ മരണം സത്യമാണെന്ന് നമുക്കറിയാം. ഒരു നാൾ ഞാനും മരിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനും നിങ്ങളും ഒന്നും ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ല എന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ മറമാടുന്നു, പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. ദിവസേന ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുക, റോഡപകടങ്ങളിലൂടെ കണക്കില്ലാത്ത ആളുകള് ദിനേന മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അപ്പുറം ഭൂമി ലോകത്ത് ഒരുപാട് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിലൊക്കെ ചരമകോളങ്ങളുണ്ട്, പക്ഷെ അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല, നമ്മൾ തിരക്കില്ല. എല്ലാ ദിവസത്തെ പത്രങ്ങളിലും മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകളും ഫോട്ടോകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമുക്കറിയാം ആളുകൾ മരണപ്പെടുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും ഒക്കെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ നമ്മൾ മറമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്നൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല.
വീണ്ടും അദ്ദേഹം പറയുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്. അത് നിങ്ങൾ സത്യപ്പെടുത്തുന്നു. ഇന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാർ ഹഖ്ഖുൻ. സ്വർഗവും നരകവും ഒക്കെ സത്യമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ സ്വർഗത്തിൽ പോകാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല. നരകം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. നഊദുബില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരണം, നമ്മുടെ പൂർവികന്മാരായ ആളുകളൊക്കെ മരണപ്പെട്ടു പോയി. ഇന്ന് ഭൂമുഖത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ആളുകൾ ഭൂമിക്കടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവര് ബർസഖിയായ ലോകത്താണ്. ആ ഒരു ലോകത്തേക്ക് ഒരു നാൾ ഞാനും പോകേണ്ടവരാണ് എന്നുള്ള ഒരു ബോധം ഈ മരണം കാണുമ്പോൾ നമുക്കുണ്ടാകുന്നില്ല. മാത്രമല്ല, എനിക്ക് മരിക്കണമല്ലോ, ബർസഖിയായ ലോകത്ത് ജീവിക്കണമല്ലോ, നാളെ മഹ്ശറ ലോകത്തേക്ക് കടന്നു ചെല്ലണമല്ലോ, അള്ളാഹുവിന്റെ ഹിസാബ് എനിക്ക് നേരിടണമല്ലോ എന്ന ഒരു ബോധം, തയ്യാറെടുപ്പ്, അതിനുള്ള ഒരു ഒരുക്കം ഞാൻ നടത്തുന്നില്ല, നിങ്ങൾ നടത്തുന്നില്ല എന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളെ, മരണം ഒരു യാഥാർത്ഥ്യമല്ലേ? ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊരു കോഴിക്കടയിൽ ഒരു മണിക്കൂർ നേരം പോയിരുന്നാൽ മതി. ഒരു കോഴിന്റെ ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് കോഴിക്കടയിൽ പോയിട്ട് ഒരു മണിക്കൂർ സമയം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മറ്റു കോഴികളൊക്കെ കാണാൻ അവിടെ നിന്ന് വന്നോടുണ്ടോ കോഴിനെ പിടിച്ചറക്കുന്നു, അതിനെ മാംസമാക്കുന്നു, കഷ്ണമാക്കുന്നു, കീസിലേക്ക് നമുക്ക് നൽകുന്നു. അത് കോഴികളെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അവ ചിന്തിക്കുന്നില്ല, അടുത്ത നിമിഷം ഞാനാണ്. അവർക്ക് ബുദ്ധിയില്ല. പക്ഷെ ഇതേ അവസ്ഥയിൽ മനുഷ്യരായ നമ്മൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലുമൊക്കെയുള്ള മരണത്തെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അടുത്ത നിമിഷം ഞാനാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് ആർക്കും ഉണ്ടാകുന്നില്ല. നഊദുബില്ല. മരണം വലിയ ഉപദേഷ്ടാവാണ്. നമുക്ക് വലിയ ഉപദേശം നൽകാൻ നാം കേട്ടുകൊണ്ടിരിക്കുന്ന മരണം തന്നെ ധാരാളമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതിനെ സംബന്ധിച്ച് യാതൊരു ഭയവുമില്ല. ഈ മരണം നമുക്ക് എപ്പോഴാ സംഭവിക്കുക? എന്നാ സംഭവിക്കുക? ഓരോ ദിവസവും നമ്മൾ കുടുംബത്തോടൊപ്പം, നമ്മുടെ വീട്ടുകാരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുകയാണ്. സന്തോഷത്തോടുകൂടി സുഖമായി നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നാം ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ഭാരിനേക്കാൾ ആ മരണം നമ്മളുമായി അടുത്തിരിക്കുന്നു എന്ന ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. സഹോദരന്മാരെ, ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമായ കാര്യം, അതിനെ സംബന്ധിച്ച് ഒരു ജാഗ്രത നമ്മൾ കൈക്കൊള്ളണം. എത്ര യുവതികളാണ്, യുവാക്കളാണ്, ചെറുപ്പക്കാരാണ് രാവിലെയും വൈകുന്നേരവും ഒക്കെ നിർഭയരായി ജീവിക്കുക. മരണത്തെ പറ്റി യാതൊരു പേടിയില്ല. നിർഭയരായി ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണ്? അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ചുറ്റിപ്പൊതിയാനുള്ള കഫപ്പുടവ തൊട്ടടുത്ത കടയിൽ, അങ്ങാടിയിൽ, ഷോപ്പില് അത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് മടക്കി ഒതുക്കി വെച്ചിരിക്കുക. ആ മരണവിവരം പറയേണ്ട താമസമുള്ളൂ. അയാള് ആ കഫപ്പുടവ എടുത്തു കൊടുക്കും. പക്ഷെ ബഹുവലായെതിരി അവനത് അറിഞ്ഞുകൂടാ. അതറിയാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകില്ല എന്ന ഒരു വിശ്വാസത്തോടുകൂടി, ധാരണയോടുകൂടി, മരണം എന്റെ മുമ്പിലുണ്ട് എന്നുള്ള ഒരു കാര്യം വിസ്മരിച്ചുകൊണ്ട്, മറന്നുകൊണ്ട് ചെറുപ്പക്കാരികള്, യുവാക്കള് അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക. മരിക്കാൻ രോഗത്തിന്റെ ആവശ്യമില്ല, പ്രായത്തിന്റെ ആവശ്യമില്ല. കുറേ പ്രായമായിട്ട് ഞാൻ മരിക്കുള്ളൂ, എനിക്ക് മരിക്കാനൊന്നും സമയമായിട്ടില്ല, എനിക്കൊരു രോഗമില്ല, എല്ലാ ടെസ്റ്റിലും ഞാന് പോസിറ്റീവാണ്, എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ അത് വെറുതെ വിചാരിക്കുക. മരണവും രോഗവും തമ്മിലൊരു ബന്ധമില്ല, മരണവും പ്രായവും തമ്മിലൊരു ബന്ധമില്ല.
നോക്കൂ നിങ്ങൾ, വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ മരീലിൻ ആശ ദഹ്റൻ ഇല ദഹ്രി. എത്ര എത്ര ആരോഗ്യമുള്ള ആളുകളാണ്, ഒരു അസുഖമില്ലാതെ, ഒരു രോഗമില്ല, എല്ലാം നോർമലാ, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു വീഴുന്നു. ഒരിക്കലും മരിക്കൂലെന്ന് വിചാരിക്കുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര് അവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. എന്നാൽ രോഗികളായ ആളുകളോ ദീർഘകാലം അവശനായി രോഗിയായി രോഗവുമായി മല്ലടിച്ച് ജീവിക്കുന്ന, ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന രോഗികൾ അവരെങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ രോഗം അത് മരണത്തിന് കാരണമല്ല, അത് കാരണമായേക്കാം, പക്ഷേ രോഗികളൊക്കെ മരിച്ചു പോകണമെന്നില്ല. അല്ലെങ്കിൽ പ്രായമായ ആളുകള് എല്ലാവരും പ്രായമായാലേ മരിക്കുള്ളൂ എന്നൊന്നുമില്ല, എപ്പോഴും മരണം സംഭവിക്കുക. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. മരണം എന്ന് പറഞ്ഞാൽ മരണമാകുന്ന കവാടം. ആ ഒരു കവാടത്തിലൂടെ എല്ലാവരും പ്രവേശിക്കണം. ഈ ഭൂമുഖത്ത് ജനിച്ച എല്ലാ ആളുകളും മരണമെന്ന വാതിലിലൂടെ പ്രവേശിക്കണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ആ വാതിലിലൂടെ കവാടത്തിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ജീവിതം എന്താകും എന്നുള്ള ഒരു ഭയം സഹോദരന്മാരെ നമുക്കുണ്ടാകണം. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ള ആളുകളാണ് നമ്മള്. ആ ഒരു ബോധം നമുക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മരണത്തെ കാണുന്നുണ്ട്, മരിച്ച ആളുകൾ നിങ്ങൾ മറവ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നില്ല. ആ മരണപ്പെട്ട ആളുകളെ മറമാടുന്നതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക? അതേപോലെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, ഇന്നൽ ജന്നതഹഖുൻ, സ്വർഗ്ഗം യാഥാർത്ഥ്യമാണ്. ഫലം തഅമലൂ ലഹാ, നിങ്ങൾ സ്വർഗ്ഗത്തിന് വേണ്ടി പണിയെടുക്കണ്ടേ? പണിയെടുക്കുന്നില്ല. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗ്ഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സ്വർഗവും നരകവും ഇപ്പൊ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എവിടെ? അല്ലാഹു അലം, അള്ളാഹുവിന്റെ ലോകത്ത്. നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ ലോകത്തെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അവർക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഉഇദ്ദത് ലിൽ കാഫിരീൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അവഗണിക്കുന്ന, അള്ളാഹിനെ വിസ്മരിക്കുന്ന, ഖുർആനും ഹദീസും ഒന്നും കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി നരകത്തെ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എവിടെയാണ്? അള്ളാഹിന്റെ ലോകത്ത്. അല്ലാഹു അലം. പക്ഷെ എല്ലാം റെഡിയാ. സ്വർഗം നമുക്കറിയാം. മരിച്ചു കഴിഞ്ഞാൽ തർക്കമ്പുറത്തിരുന്ന് ചൊല്ലിക്കൊടുക്കുന്ന തെലക്കിരല് പോലും പറയുന്നുണ്ട്, ഇന്നൽ ജന്നത ഹഖ്വൻ വന്നാർ ഹഖ്വൻ. പക്ഷെ അത് മരിച്ചതിന് ശേഷമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകം യാഥാർത്ഥ്യമാണ്, മരണാനന്തര ജീവിതം സത്യമാണ്. നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കും, അള്ളാഹിന്റെ കോടതിയിൽ വരും. ഈ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹ് ചോദ്യം ചെയ്യും. യാതൊരു സംശയമില്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. പക്ഷേ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് ഉള്ളിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ നാവുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടെന്ന് മാത്രം, അത് യഖീനായിട്ടില്ല. സ്വർഗണ്ട് എന്നുള്ള ഇൽമ് നമുക്കുണ്ട്, അറിവ് നമുക്കുണ്ട്, പക്ഷേ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. ഈമാനായിട്ടില്ല. ഈമാനായി കഴിഞ്ഞാൽ അതിന് വേണ്ടി പണിയെടുക്കും. പക്ഷെ നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥന ഉത്തരം കിട്ടുക ചെയ്യുന്നത്? എന്താ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കേണ്ട ഒന്നാമത്തെ പണി എന്താ? അത് തൗഹീദാണ്, അള്ളാഹിനെ അറിയലാണ്, അള്ളാഹിനെ മനസ്സിലാക്കലാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കലാണ്. അല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. ആരാധനകൾ മുഴുവൻ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഒന്നാമത്തെ പ്രധാനവുമായ കാര്യം, ഫൗണ്ടേഷൻ. അതാണ്. അത് ശരിയായെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ അള്ളാഹിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. അത് നമ്മളെ വായ കൊണ്ട് പറയണം. അതാണ് ഷഹാദത്ത് കലിമ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരാരാധ്യനുമില്ല. അഷ്ഹദു, ഞാനതിന് സാക്ഷ്യമാണ്, എന്റെ ജീവിതം സാക്ഷിയാണ്, ഞാനതിന് ഏകദൈവ വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിക്കണം. നമ്മൾ നാം കൊണ്ട് പ്രഖ്യാപിക്കണം. പോരാ, ജീവിതം കൊണ്ട് നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം അതിന് സാക്ഷിയാകണം. വഅഷ്ഹദു, ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു, വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്.
ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, ഞാനത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. ആ പ്രവാചകന്റെ ചര്യകള്, സുന്നത്തുകള്, ജീവിത ക്രമങ്ങള് ഞാനിതാ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കാൻ തയ്യാറാണ്. അതാണ് ഒന്നാമത്തത്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷനായി. നോക്ക് നിങ്ങൾ, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, പറയുന്നത് അത് വിശ്വസിച്ചുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല വചനമാണത്! അതല്ലേ അടിത്തറ, അതല്ലേ അസ്ല്, അതല്ലേ ഫൗണ്ടേഷൻ. അത് പ്രഖ്യാപിച്ചാൽ, അല്ലാഹു ആരാധ്യനില്ല എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പറയുന്നു, മല്ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈആ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ, ശിർക്കിന്റെ അംശം പോലും ജീവിതത്തിലില്ലാതെ, വിശ്വാസങ്ങളിലോ കർമ്മങ്ങളിലോ ശിർക്കിന്റെ യാതൊരു കലർപ്പുമില്ലാതെ ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ സ്വർഗ്ഗപ്രവേശനത്തിന് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞാൽ പോലെ, ആ സ്വർഗ്ഗപ്രവേശനത്തിന്റെ ഒന്നാമത്തെ നിദാനം, ഒന്നാമത്തെ അടിസ്ഥാനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് സമ്മതിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. എത്ര തവണയാണ് പ്രവാചകൻ പറഞ്ഞത്? എന്നിട്ട് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും അറിയാത്ത ആളുകളായി നമ്മൾ ജീവിക്കുക. എനിക്കും സ്വർഗ്ഗം വേണം, അല്ലാഹ് എനിക്കും സ്വർഗ്ഗം വേണ്ട എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാൻ സാധിക്കുക? എങ്ങനെയാണ് പ്രാർത്ഥന ഉത്തരം നൽകാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ അവസാനത്തെ വാക്ക്, അവസാനകാല ജീവിതം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷിയാകണം. ആരാധനകൾ അല്ലാഹ്ക്ക് മാത്രം അർപ്പിക്കുന്ന മുവഹിദായി നാം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗ്ഗം കിട്ടും. അതല്ല അല്ലാഹ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. വുളൂ ചെയ്തുകൊണ്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഓരോ മുസ്ലിമും പ്രഖ്യാപിക്കണം. അത് നാവുകൊണ്ട് പ്രഖ്യാപിച്ചാൽ പോരാ, ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ അടിത്തറ അതാണ്. അതിനുശേഷം ആ ഷഹാദ് കലിമ ചൊല്ലിയത് സത്യമാണെങ്കിൽ അയാൾ 5 നേരം നിസ്കരിക്കണം. അയാളെ നിസ്കരിക്കണമെന്നുള്ളൂ, അല്ലാത്ത ആളുകൾ ഒന്നും നിസ്കരിക്കുന്നില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾ, കുഫ്ർ ചെയ്യുന്ന ആളുകൾ, അവരൊന്നും നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കാര്യമില്ല. അതെല്ലാം അല്ലാഹു തആല സ്വീകരിക്കാത്ത കർമ്മങ്ങളായി മാറിപ്പോകും. മറിച്ച് അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രഖ്യാപിച്ച മനുഷ്യന് നിർബന്ധമാണ് 5 നേരം നിസ്കരിക്കൽ. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, 5 നേരം നിസ്കാരം കൃത്യമായി നിലനിർത്തണം. അത് അയാളുടെ ബാധ്യതയാണ്. ഖംസു സലവാത്ത്, ഒരു ദിവസമുള്ള 5 നേരം നമസ്കാരം, കാന ലഹു ഇൻദല്ലാഹി അഹ്ദുൻ അൻ യുദ്ഖിലഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും വലിയ കാരണം അതാണ്. ഒരു വിശ്വാസി 5 നേരം കൃത്യമായി നിസ്കരിക്കും. അവൻ തോന്നുമ്പോൾ നിസ്കരിക്കില്ല, തോന്നിയ ഭക്തി നിസ്കരിക്കില്ല, തോന്നിയതുപോലെ നിസ്കരിക്കില്ല. മറിച്ച് കൃത്യമായി ഇസ്ലാം പറഞ്ഞ പ്രകാരം ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം എന്നതുപോലെ എന്ന് പറഞ്ഞതുപോലെ പ്രവാചകന്റെ ചര്യ ഉൾക്കൊണ്ടുകൊണ്ട് 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അയാൾ കൃത്യമായി സകാത്ത് കൊടുത്തിരിക്കണം. ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ അയാളുടെ സമ്പത്തിന്റെ 2% അയാൾ കൃത്യമായി സക്കാത്ത് കൊടുത്തിരിക്കണം. അതുപോലെ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ അയാൾ ആ മാസം മുഴുവനും നോമ്പെടുക്കണം. അതുപോലെ ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ആരോഗ്യമുണ്ടെങ്കിൽ അയാളുടെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. ഇതൊക്കെയാണ് ഇസ്ലാം. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് കർമ്മം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗമല്ലാതെ അതിന്റെ പ്രതിഫലമില്ല എന്നാണ്. നോക്കി നിങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം. അയാൾക്കാണ് സ്വർഗം. അയാളുടെ പ്രാർത്ഥനയാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. ബുനിയൽ ഇസ്ലാം വലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളിലാണ് കൊടുത്തുയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇസ്ലാം കാര്യം 5 ആണ് അല്ലെ? അവകൾ അറിയൽ ഫർദാണ്. നമ്മൾ പാട്ടുപാടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി കൃത്യമായി പറയുന്നു ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ,
5 സ്തംഭങ്ങളിലാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. അതിലൊന്നാമത് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന സത്യസാക്ഷ്യം. ആ സാക്ഷ്യം അത് ഉൾക്കൊള്ളണം. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കുന്നവരാണ് മുസ്ലിം. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമസ്കാരം കൃത്യമായി നിലനിർത്തണം, സകാത്ത് കൃത്യമായി കൊടുത്തു വിട്ടണം. അവൻ ശാരീരികമായി ശേഷിയുള്ളവനാണെങ്കിൽ അവൻ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. റമദാൻ മാസത്തിൽ നോമ്പ് അവൻ എടുക്കണം. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം ഉറപ്പായി. ഇസ്ലാം എന്ന വാഹനത്തിന്റെ 4 ടയറുകളാണ്. ഒന്ന് നമസ്കാരം, ഒന്ന് സക്കാത്ത്, മറ്റൊന്ന് നോമ്പ്, മറ്റൊന്ന് ഹജ്ജ്. ഈ 4 ടയർ ഒരേപോലെ കണ്ടീഷൻ ആണെങ്കിലേ വാഹനം മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ആ വാഹനം മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ എഞ്ചിൻ അത് കറക്റ്റ് ആയിരിക്കണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ നമസ്കാരവും അയാളുടെ സകാത്തും അയാളുടെ നോമ്പും അയാളുടെ ഹജ്ജും അതാണ് അല്ലാഹുവിന്റെ ആവശ്യം. അവനാണ് മുസ്ലിം. സഹോദരന്മാരെ, അയാൾ ചെയ്യുന്ന സദഖകള്, അയാൾ ചൊല്ലുന്ന ഖുർആൻ പാരായണങ്ങള്, അയാളുടെ ദിക്റുകള്, ദുആകള്, അതുപോലെ തന്നെ അയാളുടെ സുന്നത്ത് നോമ്പുകള്, സുന്നത്ത് നമസ്കാരങ്ങള്, അമലു സാലിഹാത്തുകള്, ഹസനാത്തുകള്, ഇതിനൊക്കെയാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, നമ്മൾ ആദ്യം ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കാര്യം വരിക. ഞാൻ നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 208-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. ഇസ്ലാമിന്റെ ഒരു വക്കര കാര്യം എന്നിട്ട് ഞാനും മുസ്ലിമാണ് പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന് ആവലാതിപ്പെട്ടാൽ പോരാ. മറിച്ച് ഇസ്ലാമിലേക്ക് പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കണം. ശൈത്താന്റെ കാൽപാദം നിങ്ങൾ പിന്തുടരരുത്. അള്ളാഹനെ അനുസരിച്ച് കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ശൈത്താൻ പോണ വഴി, ശൈത്താൻ വിളിക്കണ വഴിക്ക് പോകാൻ പാടില്ല. ശൈത്താന്റെ കാൽപാദങ്ങൾ പിന്തുടരാൻ പാടില്ല. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾക്ക് മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതം വിശ്വസിക്കുന്ന ആളുകളാണ്. അവിടെ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. അതേപോലെ നമ്മൾ പറയുമ്പോ നരകവും സത്യമാണ്, പക്ഷേ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നില്ല. ആ നരകത്തിൽ പോകുന്ന പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഓടിച്ചില്ല. അതിനെ പേടിക്കുകയോ മാറി നിൽക്കുകയോ വെറുക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല. അതും നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമാണെന്ന് അദ്ദേഹം പറയുക. അപ്പോ ശിർക്ക് ചെയ്താൽ നരകം ഉറപ്പാണെന്ന് സംശയമില്ല. നാം ചിന്തിക്കുന്ന എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാണ്, ഒന്നും നമ്മൾ സ്വീകരിക്കൂല. വളരെ കൃത്യമായി കട്ടണ്ടയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. കുഫ്ർ, അല്ലാഹനെ നിഷേധിക്കുക, പരലോകത്തെ നിഷേധിക്കുക, അയാൾ ഒരു കർമ്മം സ്വീകരിക്കൂല. നിഫാഖ്, കാപട്യം, അത് വലിയ ദോഷമാണ്. മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള മുനാഫിക്കുകൾ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, മദ്യപാനം, വ്യഭിചാരം, അതുപോലെ തന്നെ ചൂതാട്ടം, ചതി, വഞ്ചന, കൊലപാതകം, അക്രമം തുടങ്ങിയ നരകത്തിൽ പോകുന്ന എല്ലാ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ഏതൊരു വാർത്ത കേട്ടാലും വായിച്ചാലും അതിലൊക്കെയും മുസ്ലിം നാമധാരികൾ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് അല്ലാഹു റസൂൽ ഉത്തരവാദിയല്ല, ഖുർആനും ഹദീസും ഉത്തരവാദിയല്ല. മദ്യപാനത്തിന്റെ കേസെടുക്കട്ടെ, പിടിച്ചുപറിയുടെ കേസെടുക്കട്ടെ, പീഡനങ്ങളുടെ കേസെടുക്കട്ടെ, അക്രമത്തിന്റെയും അനീതിയുടെയും കേസെടുക്കട്ടെ, ഏത് കേസിലും മുസ്ലിമുകളുടെ പേരുകൾ കേൾക്കുമ്പോൾ അവരൊക്കെയും മുസ്ലിമെന്ന് മനസ്സിലാക്കണ്ട, ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണം. അതല്ല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കയറി ഇസ്ലാം പൂർണ്ണമായി നിങ്ങൾ ഉൾക്കൊള്ളണം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ആമിനൂ ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക, ഖുർആനിലും റസൂലിലും വിശ്വസിക്കുക, ഹദീസിലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ബാധ്യതകളുണ്ട്. സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, സ്വർഗത്തിന് വേണ്ടിയുള്ള പണികൾ നമ്മൾ എടുക്കണം, അമലുകൾ ചെയ്യണം, അതിന്റെ വിഷയത്തിൽ നമ്മൾ മത്സരിക്കണം. ഒരു ജാഗ്രത, സ്വർഗം ലഭിക്കണം എന്ന ഒരു ജാഗ്രത, തേട്ടം, ഒരു പരിശ്രമം ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതേപോലെ നരകമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ നരകത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ മാറി നിൽക്കണം, അതിനെ വെറുക്കണം. സഹോദരന്മാരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ശൈത്താൻ എത്ര ശത്രുവാണ്, നിങ്ങൾ വ്യക്തമായ ശത്രുവല്ലേ, അതുകൊണ്ട് ആ ശൈത്താനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. ആ ശൈത്താനെ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ നമ്മൾ എന്താണ് ശൈത്താൻ, എന്താ ശൈത്താന്റെ പ്രവർത്തനം, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇസ്ലാമിൽ നിന്ന് ആളുകളെ വഴിതെറ്റിച്ച് വിടാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന 24 ഹവേഴ്സും രാപ്പകലില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് പിശാച്. അവൻ സിറാത്തുൽ മുസ്തഖീമിലുണ്ടാകുക, സിറാത്തുൽ മുസ്തഖീമിലൂടെ വരുന്ന തൗഹീദ് ഉൾക്കൊണ്ട സുന്നത്തുകൾ സ്വീകരിക്കുന്ന സകല മനുഷ്യരെയും സ്വർഗത്തിൽ നിന്ന് തിരിച്ചുവിടാനുള്ള അജണ്ടയുമായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശൈത്താനെ നമ്മൾ കരുതിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഒരുപാട് നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. ശുക്റുകൾ കാണിക്കണം. എത്ര അനുഗ്രഹങ്ങളാണ്, എണ്ണിയെടുക്കാത്ത അനുഗ്രഹം. തീർച്ചയായും ഈ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന അനുഗ്രഹങ്ങളാണ്. എല്ലാത്തിനും കൃത്യമായ മറുപടി പറയണം. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഒട്ടിയ വയറുമായി രാത്രി വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാതെ പ്രവാചകരും സഹാബാക്കളും ഒക്കെ ഒരു നേരത്തെ ആഹാരം കിട്ടിയപ്പോൾ അവരുടെ ജിബ്രീൽ വന്ന് ആയത്തിറക്കുക, സുമ്മഇന്നക്കും, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹം ഉണ്ടല്ലോ, ഈ അനുഗ്രഹം, ഈ വയറ് നിറച്ച് വിശപ്പടക്കാനുള്ള ഭക്ഷണം, ഇതല്ലാതെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊക്കെ ദിവസേന ഒരുപാട് തവണ വിശപ്പ് മാറ്റുന്ന ആളുകളാണ്, ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, വസ്ത്രം ധരിക്കുന്ന ആളുകളാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഒരു പ്രയാസവും നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷെ ഇതെല്ലാം അല്ലാഹു ചോദ്യം ചെയ്യുന്ന വിഷയമാണെന്ന് വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കുവാൻ അവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആനും സുന്നത്തും അറിഞ്ഞും അനുസരിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന റമദാൻ മാസം നമ്മളിലേക്ക് വന്നെത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മാസമാണ്. അമലുകൾ ചെയ്യാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നമ്മുടെ ഹസനാത്തിന്റെ മീസാൻ, നന്മയുടെ തുലാസ് ഖനം കൂട്ടുവാൻ പറ്റിയ ഒരു മാസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ ജീവിക്കുവാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആ ഒരു മാസത്തെ വരവേൽക്കണം. നമ്മുടെ മനസ്സകം ശുദ്ധമാക്കണം, നമ്മുടെ സാമ്പത്തികം നമ്മൾ വൃത്തിയാക്കണം, നമ്മുടെ വാക്കുകൾ നമ്മൾ നന്നാക്കണം, പെരുമാറ്റം, ജീവിതം നന്നാക്കണം, സൽസ്വഭാവികളായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പും മറ്റു ഇബാദത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ വിശ്വാസത്തോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസത്തിലെ നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ച നോമ്പ്. നോക്ക് നിങ്ങൾ, ഒരു സാധാരണ നോമ്പെടുത്താൽ തന്നെയും നമ്മളും നരകവും തമ്മിൽ 70 വർഷത്തെ ദൂരം ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ റമദാൻ മാസത്തിലെ നോമ്പിന്റെ മഹത്വവും പുണ്യവും പ്രതിഫലവും അത് വിശദീകരിക്കാൻ സാധ്യമല്ല, അത് വർണ്ണിക്കാൻ സാധ്യമല്ല. അല്ലാഹു പറയുന്നത് അസ്സൗമു ലീ വഅന അജ്സി ബി, നോമ്പ് എനിക്കുള്ളതാണ്, എന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ നോമ്പെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അതിന്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുക. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു മാസമാണ് വരാൻ പോകുന്നത്. മുഴുവൻ ആളുകളും ഈ റമദാനിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് റമദാനിൽ നോമ്പെടുക്കാൻ വേണ്ടി ആവേശത്തോടുകൂടി, സന്മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, എന്റെ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടി നോമ്പെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ റമദാൻ മാസത്തിലെ രാത്രി നമസ്കാരം, തറാവി നമസ്കാരം, ഖിയാമു റമദാൻ, വളരെ പ്രധാനപ്പെട്ട നമസ്കാരം. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി തൗഹീദോടു കൂടി നോമ്പെടുത്തു കഴിഞ്ഞാൽ, നമസ്കരിച്ചു കഴിഞ്ഞാൽ
അവന്റെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു പുറത്തു കൊടുത്തു. രാവും പകലും ഒരുപോലെ പുണ്യമുള്ള മാസമാണ്, ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് മാപ്പാക്കി കിട്ടേണ്ടതുണ്ട്. നമ്മുടെ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും